വാണിജ്യ സിനിമയുടെ കെട്ടുകാഴ്ചകളിൽ അഭിരമിക്കാതെ ചലച്ചിത്ര ലോകത്ത് തൻ്റേതായ വഴിയിലൂടെ സഞ്ചരിച്ച സംവിധായകനാണ് മോഹൻ. മധ്യവർഗ മലയാളിയുടെ സാധാരണ ജീവിതത്തിലെ അസാധാരണ മുഹൂർത്തങ്ങൾ തന്മയത്വത്തോടെ വെള്ളിത്തിരയിൽ ആവിഷ്കരിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്. കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകളും കൗമാര സ്വപ്നങ്ങളും വ്യത്യസ്തമായ കുറ്റാന്വേഷണ കഥകളുമെല്ലാം മോഹന്റെ സിനിമകൾക്ക് വിഷയങ്ങളായി. അസാമാന്യ കൈയൊതുക്കത്തോടെ മോഹൻ തിരശീലയിലേക്ക് ആവാഹിച്ച ഇതിവൃത്തങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് സമാന്തര സിനിമയുടെ സുവർണ കാലമാണ്. സിനിമ അവസാനിപ്പിച്ചു വന്നിരിക്കുന്ന ഒരു സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല, ഒരു വ്യക്തി ഇനിയാൾ കൂടെ ഉണ്ടായിരുന്നു. സയ്യിദ് സാറിൻ്റെയൊക്കെ കൊളീഗായിരുന്നു മാണിക്യം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഡയറക്ടറൊന്നും ആവാൻ പറ്റിയില്ല. ഒരുപാട് തമിഴ് പടങ്ങളും കാര്യങ്ങളൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ പാടവും സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. പക്ഷേ ഇങ്ങേരെ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പറ്റി ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങേരെ ഒരു ആരാധനയോടുകൂടി ഞാൻ കണ്ടിരുന്നു, പിന്നെ പരിചയപ്പെട്ടു. പിന്നെ സിനിമയുടെ ഓരോ പ്രോസസ്സിനെ പറ്റി ഞാൻ ഇങ്ങേരെ എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ എനിക്ക് പറ്റിയ ഒരു ഫീൽഡ് സിനിമയാണെന്ന ഒരു തോന്നൽ അങ്ങോട്ട് ഉണ്ടായി. അപ്പോഴും ഡയറക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം വെച്ചാൽ ഡയറക്ഷൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഇത്രയും പടമെങ്കിലും വർക്ക് ചെയ്താലേ മനസ്സിലാവുള്ളൂ എന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴും ഫോട്ടോഗ്രാഫി ആയിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ കോളേജ് പഠിത്തവും ഫോട്ടോഗ്രാഫി പഠിക്കലുമായിട്ട് രണ്ടും കൂടിയായിട്ടാണ് ഞാൻ മദ്രാസിൽ പോകുന്നത്. കുരുതികളെന്ന് പറഞ്ഞൊരു പടം ഡയറക്റ്റ് ചെയ്ത സുരേന്ദ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് നമ്മുടെ അബ്ബാസ്ക്ക മുഖേന പരിചയപ്പെട്ടു. ഞാൻ അന്ന് ട്രിപ്ലിക്കാനിലായിരുന്നു താമസിച്ചത്. പുള്ളി ഞാനുമായിട്ട് ആ വെക്കേഷൻ സമയത്തോ മറ്റോ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞു, മോഹന് പറ്റിയ ഫീൽഡ് ഫോട്ടോഗ്രാഫിയല്ല, നിങ്ങൾ ഗോ ടു ഡയറക്ഷൻ എന്ന് അങ്ങേരാണ് മാർഗനിർദ്ദേശം തന്ന് ഡയറക്ഷനിലേക്ക് ഞാൻ മാറിയത്. പിന്നെ ഇങ്ങനെ പല പടങ്ങളും വർക്ക് ചെയ്തു. 23 പടങ്ങളോളം ഏകദേശം വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു 6th അസിസ്റ്റൻ്റ് തൊട്ട് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ വരെ വർക്ക് ചെയ്തു. ഫസ്റ്റ് പടം 2 പെൺകുട്ടികൾ. 77 അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങി. 78 ജാനുവരിയിൽ ഷൂട്ടിംഗ് തുടങ്ങി. 78 ഏപ്രിൽ 20th മറ്റാണ് ആ പടം റിലീസ് ചെയ്തത്. 2 പെൺകുട്ടികളുടെ പ്രൊഡ്യൂസേഴ്സ് ഗണേഷ് കലാമന്ദിർ എന്ന് പറഞ്ഞ ഒരു ബാനറിലാണ് ഞാൻ ചെയ്തത്. അത് MSVയുടെ മകനും MSVയുടെ വൈഫിൻ്റെ അങ്കിൾ NC മേനോൻ എന്ന് പറഞ്ഞ അദ്ദേഹവുമായിരുന്ന പ്രൊഡ്യൂസേഴ്സ്. ഡേവിഡാണ് അവരുടെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നോട് ഈ പ്രപ്പോസൽ ഡേവിഡായിട്ടാണ് കൊണ്ടുവരുന്നത്. സ്റ്റാൻലിക്ക് വേണ്ടിയിട്ടാണ് ഈ പടം വർക്ക് ചെയ്ത് തുടങ്ങിയിരുന്നത്. അപ്പോൾ സ്റ്റാൻലിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ പ്രോജക്റ്റ് ചിലപ്പോൾ ഡിലേ ആവാൻ സാധ്യതയുണ്ട്, മോഹൻ അതിനു മുമ്പ് ഒരു ഓഫർ കിട്ടിങ്ങി ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് എഗ്രി ചെയ്തു. അത് കാരണം കൊണ്ടാണ് അതിന് മുമ്പ് MSV ആയിട്ട് എനിക്ക് പരിചയം പോലില്ല. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ, പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ടായി. അതിനു മുമ്പ് ബിച്ചു ഞാനും സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തപ്പോൾ അതിൽ ആപ്റ്റായിട്ടുള്ള ചില സിറ്റുവേഷൻസ് വന്നപ്പോൾ സുരാസുവാണ് എന്നോട് സജസ്റ്റ് ചെയ്തത്. ബിച്ചു എഴുതിയിട്ടുള്ള 2 കവിതകളുണ്ട്, ഈ 2 നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്, പടത്തിൻ്റെ സിറ്റുവേഷന് വളരെ ആപ്റ്റാണെന്ന് പറഞ്ഞു. അത് കേട്ടു. എനിക്കും വളരെ തൃപ്തിയായി. അങ്ങനെയാണ് 2 പെൺകുട്ടികളിൽ MSV ബിച്ചു തിരുമല ആ ടീം വരുന്നത്. ഞായറും തിങ്കളും പൂത്തിറങ്ങും നീലാംബരത്തിൻ്റെ കാൽ ചുവട്ടിൽ 1000 ബ്രഹ്മവർഷങ്ങളായി ഭൂമണ്ഡലം തപസ്സിരുന്നു. ആദിമനുഷ്യനെ കാത്തിരുന്നു ഞായറും തിങ്കളും പൂത്തിറങ്ങും.